ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവിലുള്ള മാങ്ങൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. പിന്നെ മൂത്ത് നല്ല അങ്ങോട്ട് വരാറാകുമ്പോഴേക്കിന് പൊട്ടി നിൽക്കുകയാണ് കേട്ടോ. അതാ വേറൊരു മാങ്ങ ഇതാ വീണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം മാങ്ങി മേലെ വലിയ വലിയ മാങ്ങകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇതേ അവസ്ഥയിൽ തന്നെ കേട്ടോ ആയിട്ടുള്ളത്. ഇതാ ഇന്നലെ കാറ്റടിച്ചപ്പോൾ വീണതാണ്. വലിയ മാങ്ങയാണ്, വീണ്ട് പൊട്ടിയിട്ട് ഒന്നിനും പറ്റൂല കേട്ടോ. അങ്ങനെ നാശമായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ മാങ്ങ കടയിൽ നിന്ന് വാങ്ങിക്കും. ആ മാങ്ങയും കൂട്ടിയിട്ട് പച്ചമാങ്ങ എടുത്തിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കലാണ് കേട്ടോ. അപ്പോൾ മാങ്ങക്ക് പുളി ഉണ്ടാവും. അങ്ങനെ മാങ്ങ അത് വേസ്റ്റായി പോയി എന്നുള്ള ഒരു ഇതും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് പഴുപ്പിച്ച മാങ്ങയിൽ ഉള്ളതായിരുന്നു കേട്ടോ. അത് കുറേ ദിവസമായിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഇപ്പോൾ ഈ മാങ്ങ വിണ്ട് പൊട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇന്നാണ് കേട്ടോ എടുത്തത്. അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഈ മാങ്ങ അങ്ങനെ കേടുവന്ന് പോകുന്നതിന് എന്താണ് കാരണമെന്ന് അറിയില്ല കേട്ടോ. അതെന്താണെന്നൊന്ന് അതിനെന്തെങ്കിലും മരുന്നുകളോ കാര്യങ്ങളോ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്രയും മാങ്ങ ഉണ്ടാവുന്നുണ്ട്, നല്ല മാങ്ങയാണ് കേട്ടോ കാണാനൊക്കെ. അപ്പോൾ അങ്ങനെ കേടുവന്ന് പോകുമ്പോൾ ഭയങ്കര ഒരു സങ്കടം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പഴുത്ത മാങ്ങ ഒരു 2 എണ്ണം എടുക്കും, അതിൻ്റെ കൂടെ പച്ചമാങ്ങ ഒരെണ്ണം എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ ജ്യൂസ് അടിക്കലാണ് കേട്ടോ. അപ്പോൾ നല്ല ജ്യൂസിന് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് അടിക്കുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പോൾ കാക്ക ഷോപ്പൊക്കെ അടച്ചിട്ട് വൈകുന്നേരം വരുമ്പോൾ ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിക്കുക. അപ്പോൾ ജ്യൂസ് അടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ജ്യൂസിന് വേണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അർജൻറ്റിലുള്ള പണിയാണ് കേട്ടോ. മൂപ്പര് വരുമ്പോൾ അത് കാണാനും പാടില്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും നമുക്ക് ഇങ്ങനെ മൂപ്പര് കയറി വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിരിക്കുമ്പോൾ അതൊരു ഇതല്ലേ. അപ്പോൾ വേഗം ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള മാങ്ങ ആദ്യം ഒന്ന് നല്ലൊന്ന് അടിച്ചതിൻ്റെ ശേഷം പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇതധികം പഴുപ്പാകാത്ത കാരണം അരിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുകയും ചെയ്യുമ്പോഴൊക്കെ വീട്ടിലിപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ. വീട്ടിൽ എൻ്റെ മൂത്ത മോൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കാക്കാക്ക് താല്പര്യം ഉണ്ടോ ചോദിച്ചാണ്ട് ഇല്ലെങ്കിൽ ഇല്ല, അല്ലാതെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ കൂടെ മക്കൾ 2 വേറെ ഉള്ളവർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിപ്പോൾ പൊതുവെ പിന്നെ പുറത്തുള്ളൊരു കുടുംബക്കാരിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതിനൊക്കെ ചിലപ്പം അവരൊരു വീഡിയോ കാര്യങ്ങളെന്നൊക്കെ ചിലപ്പം പറയുന്നുണ്ടാവും, നമുക്കറിയില്ലല്ലോ. പുറത്തുള്ള ആൾക്കാരാണേലും അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമുക്ക് കാര്യമാക്കേണ്ട ഇതില്ല കേട്ടോ. നമ്മൾക്ക് നമ്മളെ ഇഷ്ടം അത്ര, നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും മാങ്ങയൊക്കെ പൊടിഞ്ഞു പോകുന്നതുകൊണ്ട് കുറച്ച് അടുത്ത വർഷത്തേക്ക് കുറച്ച് ഉപ്പിലിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം മാങ്ങ നാശമായിപ്പോവും. ഞാൻ അങ്ങനെ മൂത്തിട്ട് ആവുകയാണെങ്കിൽ ആവട്ടെ, പഴുക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ നിർത്തിയതാണ്. പക്ഷേ ഒരു ചാൻസും ഇല്ല, മാങ്ങ മുഴുവൻ കേടൊന്ന് പോവാണ്. അപ്പോൾ കുറച്ച് ഉപ്പിലിട്ട് വെക്കണം, കുറച്ച് അച്ചാറും ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ അർജൻറ്റിൽ അരച്ചതുകൊണ്ട് മാങ്ങ ശരിക്കും അരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പച്ചമാങ്ങയും കൊണ്ടൊക്കെ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും ചേർത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.